ആശ്ചര്യ സ്നേഹം യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. ഒന്നും കോറസും വീണ്ടും നമുക്ക് ചേർന്നു. ഒന്നാമത്തെ സ്റ്റാൻസി കോറസും വീണ്ടും ഒരിക്കൽ കൂടി. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു, ഒരിക്കൽ കൂടി പാടാം. ഓർമ്മിച്ചതുപോലെ ക്രിസ്തീയ കീർത്തനത്തിലെ 500-ാമത്തെ പാട്ടാണ് ഇത്. എന്നേശു തൻ വിലതീരാ സ്നേഹം ആർക്കു വർണ്ണിക്കാം, തന്നന്തികെ ചേർന്നായതാറി ഓർത്തുതാൻ സാധ്യം. യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹം യേശുവിൻ സ്നേഹം ആശ്ചര്യ സ്നേഹമേ. പഠിച്ചല്ലോ. He is Lord, He is Lord, He is risen from the dead and He is Lord. Every tongue shall confess that Jesus Christ is the Lord. എല്ലാ നാവും കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, എല്ലാ മുട്ടുകളും കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങുവാൻ. അങ്ങനെ മടങ്ങിക്കൊണ്ട് കർത്താവേ നീ മാത്രം ദൈവം. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോട് ആരാധനയോട് ഇന്നത്തെ പ്രഭാതം നമുക്ക് ആരംഭിക്കുവാൻ, ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ കർത്താവ് കരുണ ചെയ്തല്ലോ. ഈ പ്രഭാതത്തിലെ നമ്മളെ നല്ല പ്രസംഗങ്ങൾ, അതുപോലെ നമ്മൾ ധ്യാനം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ ആരാധനയോട് ചേർന്നുള്ള ഒരു ചെറിയ ഡിവോഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്ന് 1-2 ചിന്തകൾ. അതിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വലിയ നന്മ എന്ത് എന്നൊന്ന് ചൂണ്ടിക്കാണിച്ച്, ഉദാഹരണം കാണിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ക്യാമ്പിലെ ടീമിനെ ബേസ് ചെയ്തുള്ളതായ 2ാമത്തെ മെയിൻ ടോക്കനായിട്ട് നാം വരികയാണ്. പ്രിയപ്പെട്ട ജിബി സാറ് കഴിഞ്ഞ സന്ധ്യയിൽ നമ്മോട് ഈ ചിന്താവിഷയവുമായി ബന്ധപ്പെട്ട് ഹൃദയമായി ഇടപെട്ടു, സംസാരിച്ചു. ഇന്നത്തെ 2ാമത്തെ പ്രഭാഷണത്തിനായിട്ട് സാറിനെ ക്ഷണിക്കും. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിനോയച്ചൻ, കൊച്ചമ്മ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. രാത്രിയിലത്തെ വിശ്രമമൊക്കെ നല്ലതായിരുന്നു. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൽ ദൈവസന്നിധിയിൽ വരുവാനും ഒരുമിച്ച് ആരാധിക്കുവാനും ദൈവവചന ധ്യാനത്തിൽ പങ്കുകാരാകുവാനും ദൈവം സഹായിച്ചല്ലോ. വചനത്തിന്റെ ഒരു നിറവാണ്. വചന ധ്യാനത്തിന് ശേഷം തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ.
വേറെ മുഖവരെയൊന്നും പറയാതെ ഇന്ന് രണ്ടാമതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വാക്കിംഗ് വിത്ത് ഗോഡ്, ലേണിംഗ് ടു ലെറ്റ് ഗോ. ദൈവത്തിന്റെ കൂടെ നടക്കുക, വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവൻ ആയിരിക്കുക. ലെറ്റിംഗ് ഗോ, ലേണിംഗ് ടു ലെറ്റ് ഗോ, വാക്കിംഗ് വിത്ത് ഗോഡ് ആൻഡ് ലേണിംഗ് ടു ലെറ്റ് ഗോ. ഇന്നത്തെ നമ്മൾ ചിന്തിക്കുന്ന കഥാപാത്രങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഓരോ സെഷനിലും ഓരോ പേരിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്ത് നമ്മളുടെ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഏലിയും ശമൂവേലിനെ എടുത്തപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏലിയും ദൈവസന്നിധിയിലായിരിക്കണം, ശമൂവേലും ദൈവസന്നിധിയിലായിരിക്കണം. അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് വേറെ ഒരു കാര്യം. അല്ലെങ്കിൽ ഏലി ക്ഷയിച്ചു എന്നുള്ളൊരു പ്രാക്ടിക്കാലിറ്റിയോട് കിടക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിൽ ഏലിയും ശമൂവേലും എല്ലാം കരം കോർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ നിൽക്കണം എന്നാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദ മീനിങ്ലെസ് ഇയേഴ്സ് ഓഫ് ഹെസക്കിയ ആൻഡ് മീനിങ്ഫുൾ ഇയേഴ്സ് ഓഫ് ഡാനിയൽ. മീനിങ്ലെസ് ഇയേഴ്സ് ഓഫ് ഹെസക്കിയ, ഹെസ്കിയ രാജാവിന്റെ അർത്ഥമില്ലാത്ത ചില വർഷങ്ങൾ. ഞാനത് ക്വാളിഫൈ ചെയ്യാം. ഒത്തിരി ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരാളാണ്, പക്ഷെ അർത്ഥമില്ലാതെ പോയ ചില വർഷങ്ങളും ദ മീനിങ്ഫുൾ ഇയേഴ്സ് ഓഫ് ഡാനിയൽ, അർത്ഥമുള്ള ദാനിയലിന്റെ ജീവിതവും. അതായത് പ്രാർത്ഥിച്ച് ഒരു വാക്കു നീ പറഞ്ഞാൽ എന്നിരവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ ഞാൻ പോരാത്തവനാണേ, നിന്റെ പുറക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്റെ പുറക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ, എന്റെ പുറക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, ഇന്നിരവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ ഇന്നിരവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കതു മതിയേ, ഒരു വാക്കു മതി എനിക്കതു മതിയേ, ഒരു വാക്കു മതി എനിക്കതു മതിയേ, ഒരു വാക്കു മതി എനിക്കതു മതിയേ.
അടുത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടുനിരിപ്പാടും ഞാൻ പോരാത്തവനാണേ. എനിക്ക് മുതലാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ. ഇരുന്നോണ്ടും നിന്നോണ്ടും ശരീരം ആടണ്ട, കാലനക്കണ്ട, ഒന്നും ചെയ്യണ്ടാത്ത ഒരു കുഞ്ഞാക്ഷൻ. എന്താ പാടാലോ? Every single cell in my body is happy. Every single cell in my body is fine. Every single cell in my body is happy. Every single cell in my body is fine. I thank you, Lord. I feel so good, 'cause every single cell in my body is fine. I thank you, Lord. I feel so good, 'cause every single cell in my body is fine. നമ്മൾ പാടി കഴിഞ്ഞിട്ട് ഇത് ഒന്ന് സ്പീഡ് കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഭാതത്തിലെ ഒരുമിച്ചുള്ളതായ പഠനത്തിനായിട്ട് എടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളാണ്. ലൂക്ക് ചാപ്റ്റർ 4 verses 16 to 21 വളരെ പരിചിതമായ ഒരു വേദഭാഗം കൂടെയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാണ്. അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കിൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പ്രാർത്ഥന. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവവചനത്തിന് മുൻപിൽ ഞങ്ങളാകുമ്പോൾ ദൈവികമായ കൃപയും ദൈവികമായ സാന്നിധ്യവും അനുഭവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്നതായ ജീവിതത്തിന്റെ ഉടമകളായി ദൈവകൃപയെ ശരണപ്പെട്ട് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അതിനാവശ്യമാകുന്ന ആലോചനകൾ നൽകി ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കൃപയുടെ തണലിൽ ഞങ്ങളെ പൊതിയണമേ. സ്വർഗീയ വാഴുകളാൽ ആശീർവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. സാധാരണമല്ല, അസാധാരണമല്ല. ഇതിന് അസാധാരണ നമുക്ക് അനുഭവത്തിനകത്ത് എങ്ങനെ നമുക്ക് ബോധവൽക്കരണം ട്രാൻസ്ഫോം ചെയ്യാം. ഇന്റൻഷണൽ എന്നാ പറഞ്ഞത്, നോട്ട് വോളണ്ടറി. ഇന്റൻഷൻ അതുപോലെ പലപ്പോഴും ഇപ്പോഴത്തെ പലപ്പോഴും നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കാനായിട്ട് നമുക്ക് ശരിയായിട്ടുള്ള കോൺസെൻട്രേഷൻ. How can we become more intentional in transforming ordinary moments to extraordinary experience? സാധാരണ ഇവൻസിനെ നമുക്ക് എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഇൻറ്റൻഷനലായിട്ട് നമ്മുടെ സ്വന്തം ശ്രമത്തിൽ, നമ്മളെ തന്നെ ശ്രമത്തിൽ എങ്ങനെയാക്കാം എന്നുള്ളതാണ് ചോദ്യം, ഞങ്ങൾ കേട്ടിരിക്കുന്ന ചോദ്യം. ഏത് ഇവൻസ് ആയാലും ഒരു സാധാരണ ഇവൻസ് ഒന്നും എടുക്കാതെ അതെല്ലാം ദൈവനിശ്ചയപ്രകാരം നമുക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന രീതിയിൽ എടുക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്പർ അല്ല, അഞ്ചാമത്തെ പോയിന്റിന്റെ ഇപ്പം അങ്ങോട്ട് പറഞ്ഞു നിർത്തണം. ഒന്ന് പറയട്ടെ. വളരെ ചുരുക്കത്തിൽ, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്
നമ്മുടെ ഗലാത്യർക്ക് ലേഖനത്തിൽ പരിശുദ്ധാത്മ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗുണങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് അടുക്കാം. അതായത് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്രിസ്തുവേശ്വരുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. പിന്നെ പരിശുദ്ധാത്മ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഞാനൊന്നും അത് വായിക്കുന്നില്ല, പക്ഷെങ്കിൽ ഗലേഷ്യൻസ് 5:21, അതായത് ജഡത്തിൻ്റെ പ്രവണതകളും എല്ലാം അവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല, അത്രയേ ഉള്ളൂ 5-നെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. സോ കീപ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവേശ്വരുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ. പിന്നെ ജഡത്തിൻ്റെ ഗുണങ്ങൾ ഒക്കെ ഒന്ന് മാറ്റിയാൽ, അതായത് ഗലേഷ്യൻസ് 5:21 പരിശുദ്ധാത്മ ഗുണങ്ങൾ നമ്മളിലോട്ട് വന്നിട്ട് മറ്റേതങ്ങ് കളയണം എന്നുള്ളതേ ഉള്ളൂ. ഗ്രൂപ്പ് നമ്പർ 3 കിട്ടിയ ഡിസ്കഷൻ ടോപ്പിക്, ഹൗ ക്യാൻ ദി ഇടവക മിഷൻ ഹെൽപ്പ് ഓർ contribute in communicating and educating our faith to our children and grandchildren. ഇതാണ് അടുത്ത തലമുറയെ ദൈവസന്നിധിയിലേക്ക് എങ്ങനെ അടുപ്പിക്കാം എന്ന് ഇടവക മിഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ഒന്നാമതായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്, പ്രേ ഫോർ ദ ജനറേഷൻസ്. നമ്മുടെ പൂർവികരും നമ്മുടെ മുൻ തലമുറക്കാരും ഒക്കെ ചെയ്ത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വരുന്ന വിഷയം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തലമുറകൾ നഷ്ടപ്പെടില്ല എന്ന് നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഒരു പോയിന്റ്, നാലാമത്തെ പോയിന്റ് ഞങ്ങൾക്ക് തന്നിരുന്നു, ഹൗ ക്യാൻ ദി ഇടവക മിഷൻ വിറ്റ്നസ് ടു ദോസ് ഔട്ട്സൈഡ് ദി ചർച്ച്. സഭയ്ക്ക് വെളിയിൽ, ഇടവയ്ക്ക് വെളിയിൽ ഒരു ഇടവമിഷൻ്റെ അല്ലെങ്കിൽ ഇടവമിഷൻ അംഗത്തിൻ്റെ സാക്ഷ്യം, ഒരു ക്രിസ്തീയ സാക്ഷ്യം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാനിടയായി. ഹൗ വി ബിഹേവ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു. ഒന്ന്, നമ്മൾ അവരെ ഒന്ന് അറിയണം, നമ്മൾ അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം. അവരെ കേൾക്കാനുള്ള ശ്രമമില്ല എങ്കിൽ പിന്നെ നമുക്ക് അവരെ അറിയാനായിട്ട് പറ്റുന്നില്ല. അവരുടെ പ്രയാസം നമ്മളോട് പറയാൻ കൊള്ളാവുന്നവരാണ് നമ്മളെന്നവർ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവാണിയെക്കാട്ടിൽ മുന്നൽ അത് പ്രക്ഷേപണം ചെയ്യപ്പെട്ട് കഴിയും. അവർക്ക് വിശ്വസിക്കാൻ കഴിയണം, ഈ വ്യക്തിയോട് പറഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമല്ല, മനസ്സിനെങ്കിലും ഒരു ആശ്വാസം കിട്ടും എന്ന് അവർക്ക് കഴിയണം. അപ്പോൾ ആ ഒരു ബോധ്യം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരണം. നമ്മുടെ പെരുമാറ്റമാണത് അവരെ സ്നേഹിക്കാൻ കഴിയുന്നത്. ആവശ്യങ്ങളിൽ അവരെ ഒന്ന് സഹായിക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളായി ഒരു ഇടവമിഷൻ അംഗം, ഒരു ക്രൈസ്തവൻ മാറേണ്ടിയിരിക്കുന്നു. എന്തിനു ദൂരെ പോകണം? നമ്മുടെ തൊട്ടയലത്തുണ്ട്, നമ്മുടെ തൊട്ടയലവകത്ത് നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പുഞ്ചിരി, ഒരു നോട്ടം, അത് കാണാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേര് നമ്മുടെ തൊട്ടടുത്ത മുറിയിലുണ്ട്. ഞാനിപ്പോൾ നിങ്ങളൊക്കെ കുറച്ചുകൂടി ദൂരത്തിലായിരിക്കും, കാരണം വീടുകൾ തമ്മിൽ. ഞാൻ ഫ്ലാറ്റിലായതുകൊണ്ട് എനിക്കുണ്ട് തൊട്ടടുത്ത്, അപ്പുറത്തെ ഇപ്പുറത്തെ മുറികളിൽ ആളുണ്ട്. ഒന്ന് ഇറങ്ങി പോകുമ്പോഴോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ കാണുമ്പോഴോ ഡോറ് തുറക്കുമ്പോഴോ ഹായ്, എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ എന്നൊന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മോടുള്ള അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള മനോഭാവം അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇടപെടാൻ കൊള്ളാവുന്നത്. ഇതൊരു ക്രിസ്തീയ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനായിട്ട് അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാനായിട്ട് നമുക്കിടയായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ 4 ഗ്രൂപ്പും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും ആഴമേറിയ ആ ഒരു ടോപ്പിക്കിലോട്ട് ഇറങ്ങി ചെല്ലാനും നമുക്കത് ഡിസ്കസ് ചെയ്യാനും സാധിച്ചു. ഒന്നാമത്തെ ഗ്രൂപ്പ് അത് അച്ഛൻ്റെ ബൈബിൾ സ്റ്റഡിയെ ബേസ് ചെയ്താണ് ഡിസ്കസ് ചെയ്തത്, ഓർഡിനറി ടു എക്സ്ട്രാ ഓർഡിനറി. എനിക്ക് കിട്ടിയ അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ദി ഓർഡിനറി ബിക്കംസ്
എക്സ്ട്രാ ഓർഡിനറി. ഏതൊരു ഇവന്റ്, നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണേലും അല്ലെങ്കിൽ ഒരു ഇവന്റിലാണേലും, നിങ്ങൾ പറഞ്ഞത്, ഫസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞത് ഗോഡ്സ് പ്രസൻസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. ആൻഡ് പ്രത്യേകിച്ച് പറഞ്ഞ ഒരു നല്ലൊരു കാര്യമാണ് നോയിങ് പീപ്പിൾ പേഴ്സണലി. ഒരു ഇവന്റിൽ ചെല്ലുമ്പോൾ നമ്മളൊരു വ്യക്തിയോട് ഹൗ ആർ യു എന്ന് ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നതും ഒന്ന് കേൾക്കാൻ വേണ്ടി ചോദിക്കുന്നതും തമ്മിൽ ആൾക്കാർ തിരിച്ചറിയും. നമ്മളൊന്ന് കേൾക്കാൻ മനസ്സ് വെച്ചാൽ അവർക്ക് എന്തൊക്കെയോ പറയാൻ ഉണ്ട്. ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്, എല്ലാ മനുഷ്യരും എന്തൊക്കെയോ പറയാൻ കൊണ്ട് നടക്കുക. ഒരാളൊന്ന് ഒരു അവസരം കൊടുക്കും. അപ്പം ഒരു ഇവന്റിൽ വെൻ യു ഇന്റൻഷനലി ടോക്ക് ടു സംവൺ, നല്ലൊരു പോയിന്റാണ്. സോ ടേക്കിംഗ് എ പേഴ്സണൽ ഇൻട്രസ്റ്റ്, നോയിങ് പീപ്പിൾ പേഴ്സണലി, അത് തീർച്ചയായിട്ടും അതിനെ ട്രാൻസ്ഫോം ചെയ്യും. ദൈവത്തോട് ഗ്രേറ്റ്ഫുൾ ആകുക, അതെല്ലാം ഗോഡ്സ് പ്രസൻസുമായിട്ട് കണക്ട് ചെയ്തു. നോട്ട് ടു സ്പീക്ക് നെഗറ്റീവ്ലി, സെയിങ് യെസ് ആൻഡ് സെയിങ് നോ, അതും ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ലൈഫിൽ നമുക്ക് എല്ലാത്തിനോടും യെസ് പറയാൻ ഏതായാലും. സോ വാട്ട് വി ചൂസ് ടു സേ യെസ് ആൻഡ് വാട്ട് വി ചൂസ് ടു സേ നോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനോടും യെസ് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്താണ് വാല്യൂസ്, നമുക്ക് എന്താണ് നോൺ വാല്യൂസ് നമ്മൾ ഡിഫൈൻ ചെയ്ത, അത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ വാല്യൂസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സന്തോഷിക്കുന്നത് എന്തില്ല, നമ്മുടെ നോൺ വാല്യൂസ് എന്ത്, അത് ഡിഫൈൻ ചെയ്താൽ വലിയൊരു ആശ്വാസം. ഒരാൾ പാട്ട് പാടുന്നു, ഒരാൾക്ക് വലിയ അംഗീകാരം കിട്ടുന്നു, നമ്മൾ കിടന്ന് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നു, ജലസി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് പാടാൻ കഴിവുണ്ടോ? ഇല്ല. നിനക്ക് പാട്ടുകാരനാവണോ? വേണ്ട. പിന്നെ എന്തിനാ നീ ജലസാകുന്നത്? ഇങ്ങനെ പല കാര്യങ്ങളും ഇല്ലേ. ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വികാരങ്ങൾക്കൊക്കെ ബേസിസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ? യെസ് ഓർ നോ? ഇല്ലേ? ഇപ്പൊ ഒരാൾ വലിയൊരു വീട് പണിതു, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തീർച്ചയായിട്ടും റേച്ചൽ ആൻറ്റി ഗ്രൂപ്പിന് വേണ്ടി സംസാരിച്ചപ്പോൾ കറക്റ്റായിട്ട് അത് പറഞ്ഞു. അത് നമ്മൾ ദൈവം നിരന്തരമായിട്ട് സംസാരിക്കും. അത് വെറുതെ പറയുന്നതല്ല, അത് ബിബ്ലിക്കൽ ട്രഡീഷനിലുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ബൈബിളിൽ പ്രത്യേകിച്ച് യഹൂദ, ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു ജൂയിഷ് ഇന്റർപ്രിട്ടേഷൻ നോക്കും. കാരണം ആദ്യം അവരാണല്ലോ പഴയ നിയമം പിടിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അല്ലേ നമ്മൾ പഴയ നിയമം പുതിയ നിയമം ക്രിസ്ത്യൻസ് എടുക്കുന്നു. പക്ഷെ അതിന്റെ ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ദൈവം അബ്രഹാമിനെ വിളിച്ചു എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ് ദൈവം എല്ലാ മനുഷ്യരെയും വിളിക്കുമായിരുന്നു. ആരാ കേട്ടത്? അബ്രഹാം കേട്ടു എന്നേ ഉള്ളൂ. അപ്പം ദൈവം അബ്രഹാമിനെ വിളിച്ചതല്ല, ദൈവം വിളിച്ചു. പക്ഷെ വിളി കേട്ടത് ആരാണ്? അതുകൊണ്ട് എഴുതിയിരിക്കുന്നു ദൈവം അബ്രഹാമിനെ വിളിച്ചു. എഡവോ മിഷന്റെ റോൾ ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഗിവിംഗ് ഫെയ്ത്ത് ടു ദ നെക്സ്റ്റ് ജനറേഷൻസ്, നന്നായിട്ട് ആ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം എന്താണ്? പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന എംഫസൈസ് ചെയ്തു. ബീയിങ് റോൾ മോഡൽസ്, ഇത് രണ്ടും തന്നെ വലിയ കാര്യമാണ്. പ്രാർത്ഥനയും റോൾ മോഡൽസും വളരെ ഇമ്പോർട്ടൻറ്റ്. ഗ്രൂപ്പ് സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ച് വളരെ നന്നായിട്ട് പറഞ്ഞു. അടിവരയിട്ട് പറഞ്ഞ കാര്യം, ആൾക്കാർക്ക് നമ്മുടെ പ്രസംഗം, അതിനേക്കാൾ പ്രത്യേകിച്ച് പുറത്തുള്ളവർക്ക് നമ്മുടെ പ്രസംഗത്തെക്കാൾ നമ്മുടെ ബിഹേവിയർ എന്താണെന്നുള്ളതാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം, അവരെ അറിയാനും ലിസൺ ടു ദം. അപ്പം ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ ഞങ്ങൾ പറയുന്ന കാര്യമുണ്ട്, ഗോസ്പൽ ഷെയറിംഗ് ആരംഭിക്കുന്നത് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോഴാണ്. അവിടെ ആരംഭിക്കുകയാണ്. എന്താരംഭിക്കുക? സുവിശേഷീകരണം ആരംഭിക്കുകയാണ്. എവിടെയാണ് ആരംഭിക്കുന്നത്? ഹൗ ആർ യു. അത് കഴിഞ്ഞിട്ട് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ അവിടെ സുവിശേഷീകരണം ആരംഭിക്കുകയാണ്. നമ്മൾ അന്ന് കർത്താവിനെ കുറിച്ച് പറയുമോ, 10 വർഷം കഴിഞ്ഞ് പറയുമോ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെങ്കിൽ ഇഫ് യു ആർ ലിസണിങ് ടു ദം, അതൊരു വലിയ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ, എൻ്റെ ഒരു അനുഭവം, വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഇന്നത് ചെയ്യാനൊക്കെ ഒന്ന് എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്, ഞാൻ ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കാം. പക്ഷെ ഒരു കാലഘട്ടം വരെ 2018 വരെയൊക്കെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ധാരാളം ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുകയും വാതിൽക്കൽ ചെല്ലുക, വാതിൽക്കൽ മുട്ടുന്നു, പരിചയമില്ലാത്ത വീടുകളിൽ മുട്ടുന്നു, സുവിശേഷം പറയാൻ ശ്രമിച്ച ഒരാളാണ്. എല്ലാവരും മാനസാന്തരപ്പെട്ടൊന്നുമില്ല. പക്ഷെ ഒത്തിരി ഗ്രാമങ്ങളിൽ മലബാറിലും, കേരളത്തിൽ മലബാറിലും നോർത്ത് ഇന്ത്യയിൽ അതായിരുന്നു എൻ്റെ പ്രവർത്തന രീതി. പലപ്പോഴും എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു കാര്യം, ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അവരെനിക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ
ഒരു റിലേഷൻഷിപ്പ് അവിടെ ഫോം ആകും. ഒരു ഗ്ലാസ് വെള്ളമാണ് തന്നത്, അവർ തരും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ വെള്ളം തരിക എന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയൊരു കാര്യം. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തെങ്കിലും പറയാൻ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഒരു ബ്രിഡ്ജ് ഓപ്പൺ. അല്ലാതെ കഥ തുറക്കുന്നുണ്ട് ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ വന്നതാണെന്ന് പറഞ്ഞാൽ സോ അതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്. അവർ ഡോർ ടു ഡോർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയമില്ല. പക്ഷെ അവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക്, അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അവരുടെ കാര്യം ഒന്ന് അന്വേഷിക്കാനും അവരുടെ വിശ്വാസം, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്താണ് പറയുന്നത്, ഞങ്ങൾ എന്നിട്ട് നമ്മുടെ കാര്യം പറയുമ്പോൾ അവർ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, ചോദ്യം ചോദിക്കട്ടെ. ആദ്യം ബോയ്സിനോട്. ഇവിടെ ബോയ്സും ഗേൾസും. എന്നാൽ നമ്മുടെ സീനിയർ സിറ്റിസന്റെ EBS ഞങ്ങളെടുത്ത് കേട്ടോ, എൽഡേഴ്സ് ബൈബിൾ സ്കൂൾ. ഈ VBS പകരം എൽഡേഴ്സ് ബൈബിൾ സ്കൂൾ. അപ്പോൾ എൽഡേഴ്സ് ബൈബിൾ സ്കൂൾ നടത്തുമ്പോൾ ഞങ്ങൾ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നാണ് അച്ഛൻ ഞങ്ങളെ ഇവരെയൊക്കെ എന്നെ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ബോയ്സ് നമുക്ക് ഓൾവേസ് ലേഡീസ് ഫസ്റ്റ് അല്ലേ, അങ്ങനല്ലേ? ഓക്കെ, ലേഡീസ് ഫസ്റ്റ്. ഫസ്റ്റ് ചോദ്യം, എപ്പോഴും മഴയുള്ള രാജ്യം. കോമഡിയാണ്, അത് ഓർത്തോണം. എപ്പോഴും മഴയുള്ള രാജ്യം ഏതാണ്? നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ അപ്പുറത്തോട്ട് പാസ് ചെയ്യും. സാറേ, ഈ ബോയ്സ് കോമഡിയാണ്. ഇറാക്കൊച്ചയൊക്കെ അവിടെ കിടക്കട്ടെ. ഇത് ആ മഴ ഉള്ള രാജ്യം അതിനകത്ത് വരണം. ഓക്കെ, 10, 9, 8. നിങ്ങൾ ആരൊക്കെ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഞാൻ തന്നെ പറയാം. കുറച്ചുകൂടാ. ഉക്രൈനിൽ പോയിട്ടുണ്ടോ? ബഹ്റൈനിൽ ജോലി ചെയ്തിട്ടുണ്ടോ? ബഹ്റൈൻ. ഓക്കെ, എപ്പോഴും ബഹ്റൈൻ. അവർ ഉക്രൈൻ എന്ന് പറഞ്ഞു. ആ റെയിൻ അതിനകത്തുള്ളതുകൊണ്ട് അതിന് മാർക്ക് കൊടുക്കാം. ബോയ്സിന് പോയിന്റ്. ഇനി ബോയ്സിനോട് ചോദ്യം, മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവെ ഉള്ളത് എന്താണ്? മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവെ ഉള്ളത് എന്താണ്? ഇല്ലേ, ഞാൻ ചോദിച്ചു. യെസ്, എക്സാക്ട്ലി റൈറ്റ് ആൻസർ, ബ്രാഞ്ചസ്. ശരിയാണ്, ബോയ്സിന്റെ അടുത്ത പോയിന്റ്. ഓക്കെ, ഗേൾസ്. ഈ നമുക്കറിയാം, നിങ്ങളൊക്കെ മാല ഇടുന്നവരാണ്. ആണുങ്ങളും മാല ഇടും. എന്നാൽ ആൺകുട്ടികൾക്ക് ചിലരിടും, പെൺകുട്ടികൾക്കും മാല ഇടും. രണ്ട് തരത്തില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഇടാൻ പറ്റിയ മാല ഏതാണ്? പൂമാല, ജപമാല, എക്സാക്ട്ലി. കൊച്ചമ്മയോടെ പറഞ്ഞു. ആരാ പറഞ്ഞേ? ലിസിയാണ് പറഞ്ഞത്. അക്ഷരമാല. ശരിയാണ്. ബോയ്സ്, എല്ലാവർക്കും വിളമ്പി കൊടുക്കും, പക്ഷെ സ്വയം കഴിക്കില്ല. അറിയാവുന്ന പഴയതാ, മറന്നു പോകും. അതുകൊണ്ടാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കും, പക്ഷെ സ്വയം കഴിക്കില്ല. പാവം ജോസാറേ ഉള്ളൂ ഇവിടെ ആൻസർ ചെയ്യാൻ. തവി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി കലണ്ടറിൽ കാണുന്ന ഒരു ഫ്രൂട്ട്. ഡേറ്റ്സ് ഇസ് റൈറ്റ് ആൻസർ. ഡേറ്റ്സ്. ഇത് ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധി. അല്ലല്ല, ഡിഫിക്കൽട്ട്. ഓക്കെ, എന്നാ ചോദിക്കാം, വധൂവരന്മാർ ആദ്യം കഴിക്കുന്ന എന്തുവാ? കല്യാണം വന്നു. ശരിയാണ്, വിവാഹം ആദ്യം കഴിക്കും. ഓക്കെ, എന്നാ നിങ്ങൾ പറ, ഈ കുത്തും കോമയും ചേർന്നാൽ എന്താണ് അതിന് പേര് പറയുന്നത്? .com. കറക്റ്റ് ആൻസർ. ചോദ്യം ഇത് പെട്ടെന്ന് പറയുക. ഇനിയുള്ളത്, എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ഫലമുണ്ട്, ഒരു പഴമുണ്ട്. എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു പഴം. അത് വീടിന്റെ മുറ്റത്ത്. ബോയ്സിന് പറയാമോ? എപ്പോഴും കൂടെയുള്ള, എപ്പോഴും നമ്മുടെ കൂടെ. ഗേൾസ്, സപ്പോർട്ട ഈസ് ദ കറക്റ്റ് ആൻസർ. സപ്പോർട്ട. ഇവിടെ പറഞ്ഞു സപ്പോർട്ട. നമ്മുടെ കോമഡിയാണേ. ഇനിയും തമിഴിലും മലയാളത്തിലും ചേർന്ന ഒരു ഗേൾസിനുണ്ട്. തമിഴിലും മലയാളത്തിലും ചേർന്ന ഒരു ഫലവർഗം.
തമിഴിലും മലയാളത്തിലും പറയുന്ന ഒറ്റ വാക്ക്, ഒരു ഒറ്റ ഫലമാണ് തമിഴിലും പറയാൻ മലയാളത്തിലും പറയാം, ഒറ്റ വാക്ക്. മാമ്പഴമൊന്നും തമിഴില്ല. ആ വാഴപ്പഴം. വാഴപ്പഴം. ഓ വാളപ്പഴം എന്നൊക്കെ അവര് വാളപ്പഴം എന്നൊക്കെ പറയും. ആ അങ്കിള് പറഞ്ഞു. എന്താണ്? തണ്ണിമത്തൻ. തണ്ണിമത്തൻ. അവരോടല്ലേ ചോദിക്കുന്നത്? ആരാ ഉത്തരം പറഞ്ഞു? ഇവരുടെയാണ് അങ്ങോട്ട് മാറി. അപ്പൊ നിങ്ങളുടെ ചോദ്യം ഓക്കെ. സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മാസം, സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മാസം. വൃത്തിയോട് പറയാം. സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മാസം. വരട്ടെ. യെസ്, കുറച്ചു വരാ. മേഡം അവര് പറഞ്ഞേ. ഒന്ന് പാവങ്ങളല്ലേ, ഒന്ന് ആലോചിക്കട്ടെ. സാറിന് അവര് നിങ്ങളെ ഒന്ന് മേഡം എന്ന് വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. കുളിക്കാൻ പോയപ്പോ സുന്ദരി, കുളിച്ചു കഴിഞ്ഞപ്പോ ഗർഭിണി. പപ്പടം. ശരിയാണ്. പപ്പടം ശരിയാണ്. ഇനിയും ചോദിക്കാം നിങ്ങളോട്. ഭാരം കൂടിയ ഒരു പാനീയം, പാനീയം ഏതാണ്? വേഗം പറഞ്ഞോളൂ. ഓ കറക്റ്റ് ആൻസർ. സംഭാരം. എന്നാ പറ. കണക്കറിയാമല്ലോ. കണക്കിലുള്ള ഒരു ശരീരഭാഗം, അരയും കാലും. ശരിയാണ്, അരയും കാലും. ഉറക്കത്തിലും ഉണരുമ്പോഴും ഒരു പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത് എന്ത്? ഉറക്കത്തിലും ഉണരുമ്പോഴും ഒരു പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത് എന്ത്? കോമഡിയാണ്. ഉറക്കത്തിലും ഉണരുമ്പോഴും ഒരു പ്രാവശ്യം മാത്രം പ്രത്യക്ഷപ്പെടുന്നത് എന്ത്? എന്താ? ഏതാ? ഊ ഈസ് ദ റൈറ്റ് ആൻസർ. ഉറക്കം. ശരി. പിന്നെ കാരറ്റ് മാത്രം കിട്ടുന്ന ഒരു കടയുണ്ട്. ഏതാ? സ്വർണ്ണക്കട. അതെ. കാരറ്റ് മാത്രം കിട്ടുന്ന കട ഏതാ? സ്വർണ്ണക്കട. ആൻസർ ഇവർക്ക് കൊടുക്കുക, പോയിന്റ് ഇവർക്ക് കൊടുത്തേക്കുക. ഓക്കെ. ഇനിയും ഇവരെ ബാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അതെ. ഇവരെ ബാധിക്കുന്നതാണെങ്കിലും സുന്ദരി എന്ന് എപ്പോഴും ജീവിതകാലം മുഴുവൻ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവനും സുന്ദരിയാകണം. പേര് സുന്ദരി എന്നിടണം. ശരിയായ ആൻസറാണ്. ഓക്കെ. നിങ്ങളോട് ഈ സഞ്ചിക്കകത്ത് പൂച്ച കയറിയാൽ എന്ത് വിളിക്കും? പറയല്ലേ. സഞ്ചിക്കകത്ത് പൂച്ച കയറിയാൽ എന്ത് വിളിക്കും? പറ. അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ ചെയ്യാവൂ. ആൻസർ അറിയില്ല. അത് പൂജ്യമൊന്നുമല്ല. എന്ത് വിളിക്കും? കിറ്റ്കാറ്റ്. അത് ആൻസർ ആർക്കും ഇല്ല. കിസ് മാസ്റ്റർക്കാണ്. 2-3 ചോദ്യം കൂടെ. ഓക്കെ. നിങ്ങളുടെ ചോദ്യം. നട്ടാൽ മുളയ്ക്കാത്ത പയർ ഏതാണ്? ആലോചിച്ചിരുന്നു. അങ്ങോട്ട് വരുന്നുണ്ട്. നട്ടാൽ മുളയ്ക്കാത്ത പയർ. രക്ഷയില്ല. അമ്പയർ ഈസ് ദ റൈറ്റ് ആൻസർ. അമ്പയർ. ചോദ്യം. ഗേൾസ് ലീഡ് ചെയ്യുന്നു. ഓക്കെ. ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ, നിങ്ങളുടെ ചുണ്ടുകൾ തമ്മിൽ നിങ്ങളുടെ മാത്രം മതി, കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും?
ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? അല്ല, ഞാൻ സ്വന്തമല്ല പറഞ്ഞുള്ളൂ. ഇവിടെ കൂടുതൽ അങ്ങോട്ട് ചിന്തിക്കണ്ട, അത് പിന്നെ കൂട്ടിമുട്ടിയാൽ മതി. കുറച്ചു പറ. വായടയും. ശരിയാണ്, ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ വായടയും. അതവിടെയാ. പിന്നുള്ളതൊക്കെ പിന്നെ. ചോദ്യം നിങ്ങളോട്, ബോയ്സിനോടാണ്. ബോയ്സിന് ഒരു പോയിന്റ് കൊടുത്തേക്കണേ. അയ്യോ, ഒരു വായടച്ച് കഴിഞ്ഞതാ. വെള്ളം കുടിച്ചാൽ ഉടൻ മരിക്കുന്നത് എന്ത്? വെള്ളം കുടിച്ചാൽ ഉടൻ മരിക്കുന്നത് എന്ത്? ടീ ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. 2 ചോദ്യം കൂടെ. 22 ചോദ്യങ്ങൾ. 20ാമത്തെ ചോദ്യം ചോദിച്ചത്. 2 ചോദ്യങ്ങളുണ്ട്. ഉടുപ്പയില് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടുപ്പ ചായ വീണു. അപ്പൊ എന്ത് പറയും? ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടുപ്പിൽ ചായ വീണു, എന്തു പറയും? ഗേൾസിന്റെ ചാൻസ് ആണ്, ലീഡ് ചെയ്യാനുള്ള ചാൻസ് ആണ്. ഞാൻ അങ്ങോട്ട് പോവാണ്. കൈന്ന് പൊക്കണം. റെഡി? ഇവിടെ ടീഷർട്ട്. ശരിയാണ്, ടീഷർട്ട്. ലാസ്റ്റ് ചോദ്യം, അത് നിങ്ങളോട്. എപ്പോഴും സ്വന്തം പേരും പറഞ്ഞ് കരയുന്ന ഒരു ജീവി. സ്വന്തം പേര് പറഞ്ഞ് കരയുന്ന ഒരു ജീവി. കാക്ക. റൈറ്റ് ആൻസർ. കഴിഞ്ഞു. ഞാൻ ഇത്രയും ചോദ്യം ഉണ്ടാക്കിയുള്ളൂ. ജിവിഷാരെ കൈയടിച്ചോടെ. 9 പോയിന്റ്. ചുമ്മാ അല്ല, പറഞ്ഞിട്ടില്ലയോ അല്ലേ? 12 പോയിന്റ്. 1 പോയിന്റ് എനിക്കില്ലയോ? ക്രിസ്മസിന് 1 പോയിന്റ് ഉണ്ടാവാം. അയ്യോ. താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ.
അധികാരത്തിൽ നിന്നെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ മാറും മരണം മാറും മാറും മരണം മാറും യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ ഒരു വാക്കു മതി വർണ്ണതാളവറ്റ നിന്റെ കൃപയാ തെറ്റു കുറ്റങ്ങളെന്റെ വർണ്ണതാളവറ്റ നിന്റെ കൃപയാ മുറ്റും ക്ഷമിക്കണമേ അടിയാലെ ഒറ്റു സ്നേഹിപ്പവനെ മുറ്റും ക്ഷമിക്കണമേ അടിയാലെ ശാന്തതയോടുകർത്താ തിരുമുമ്പിൽ ചന്തമായിന്നുറങ്ങി ശാന്തതയോടുകർത്താ തിരുമുമ്പിൽ ചന്തമായിന്നുറങ്ങി സന്തോഷമോടുണരേണം ഞാൻ തിരു കാന്തി കണ്ടുല്ലസിപ്പാൻ സന്തോഷ
സന്തോഷമോടുണരേണം ഞാൻ തിരു കാന്തി കണ്ടുല്ലസിപ്പാൻ ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. പേജ് നമ്പർ 9, ആരാധനാക്രമം 3, ഓഗസ്റ്റ് 7 വൈകുന്നേരം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഗുണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ, കൊച്ചമ്മ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിലുള്ള എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. നമ്മുടെ 3ാമത്തെ സെഷനിൽ നമ്മൾ വന്നിരിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവം എനിക്ക് അനുവദിച്ചു തന്ന ദൈവത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഓരോ ശുശ്രൂഷയും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തന്ന അവസരത്തിന് ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. പിന്നെ ബിനോയ് അച്ഛനോടും കൊച്ചമ്മയോടും എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. ഒത്തിരി അവസരങ്ങൾ അവരെനിക്ക് ഒരുക്കി തന്നു. ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ഇങ്ങനൊന്ന് ജീവിതത്തിൽ നിന്ന് മാറി വരുവാനും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാനും, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഒത്തിരിയും ആൾക്കാർ എൻ്റെ പേരൻസിൻ്റെ ഏജാണ്. അപ്പം എൻ്റെ പേരൻസിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ ഒക്കുന്നു. അപ്പം ഐ ഗോ ബാക്ക് ആസ് എ റിച്ചർ പേഴ്സൺ. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെയാണോ പറയുന്നത് എനിക്ക് അതിനുള്ള അവകാശമൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലും ഒക്കെ അനുഭവിച്ച്, നിങ്ങളുടെ കൂട്ടായ്മയൊക്കെ അനുഭവിച്ച് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ വീട്ടിലിരുന്ന് കുറച്ച് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറി കുറച്ച് സമയം ചെലവിടാൻ കഴിഞ്ഞു. അതിന് ഈ ഇടവക ഒരുക്കി തന്ന ഈ വലിയ അവസരത്തിനായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം തരുന്നു. അതിനെല്ലാം വളരെ നല്ല കോപ്പറേഷൻ കിട്ടി. ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം, നിങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്ക്, കറക്ഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് അറിയിക്കാം. നേരിട്ട് പറയാം, അല്ലെങ്കിൽ അച്ഛനോടോ ഉമ്മനങ്ങളോടോ ഒക്കെ ഒന്ന് പറഞ്ഞ് അനോണിമസ് ആയിട്ടാണെങ്കിൽ എത്തിക്കാം. മിനിസ്ട്രി നന്നായി ചെയ്യാൻ എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കണേ എന്നോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ 3 വിഷയങ്ങളാണ് എടുത്തത്. ആദ്യത്തെ വിഷയത്തിൽ നമ്മൾ ദൈവശബ്ദം കേൾക്കുക എന്നായിരുന്നു അതിനകത്തുള്ള ഒരു കാതലായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹൗ ടു ലിസൺ ടു ഗോഡ്സ് വോയിസ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നവരായിരിക്കണം.
ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചതിന്റെ കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൂടെ, ദൈവഹിതത്തിൽ നടക്കുന്നവൻ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരായിരിക്കണം. അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു, പ്രത്യേകിച്ച് ജനറേഷൻസിനോട് ഇടപെടുന്ന വിഷയം ചിന്തിച്ചു. എന്നിട്ട് ജീവിതത്തിൽ ഒന്നും മുറുകെ പിടിക്കാതെ ഒരു തുറന്ന കൈയോടുകൂടെ ജീവിക്കാൻ കഴിയുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഡിസപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഇത് മൂന്നാമത്തെ സെഷനിൽ, അവസാനത്തെ സെഷനിൽ നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ. സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് ആണ്. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മൺപാത്രങ്ങൾ എങ്ങനെയാണ് ഒരു പരിപൂർണ സമർപ്പണത്തിലേക്ക് ദൈവം എടുക്കുന്നതും ഉയർത്തുന്നതും എന്നാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് കഥാപാത്രങ്ങൾ വീണ്ടും നമ്മൾ ചിന്തിക്കുന്നു. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു റെയിൽവേ ട്രാക്കിൽ നട്ടും ബോൾട്ടും മോഷ്ടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. കൊച്ചു പയ്യനായിരുന്നു. അവൻ എന്താ ചെയ്യുന്നത്? റെയിൽവേ ട്രാക്കിൽ പോയിട്ട് അതിന്റെ നട്ടും ബോൾട്ടും ഒക്കെ അഴിച്ചെടുക്കുക, എന്നിട്ട് അത് ഇരുമ്പ് വിലയ്ക്ക് കൊടുത്ത് വിൽക്കുക. ഇവൻ പിടിക്കപ്പെട്ടു. കാരണം അത് വലിയ അപകടമാണ്. കാരണം ട്രാക്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ അത് അപകടത്തിന് കാരണമാകും. അവനെ പിടിച്ച ആൾക്കാർക്ക് കഥയാണ്, അവർക്കൊരു കാര്യം തോന്നി, ഇവന് കഴിവുള്ളവനാണല്ലോ, എന്തോ ഇച്ചിരി കഴിവും അറിവും, എന്തോ ഇച്ചിരി സാധ്യത, പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഇവന് വിദ്യാഭ്യാസം കൊടുത്താൽ ഇവൻ നന്നാവുമെന്ന് വിചാരിച്ച് അവനെ സ്കൂളിലാക്കി. സത്യം പറഞ്ഞാൽ അവൻ മിടുക്കനായിരുന്നു. സ്കൂളിൽ നന്നായിട്ട് പഠിച്ചു, ഫസ്റ്റ് റാങ്കിലെല്ലാം പാസ്സായി. അവൻ കോളേജിൽ പോയി ഡിഗ്രി എടുത്തു, യൂണിവേഴ്സിറ്റിയിൽ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഗോൾഡ് മെഡലൊക്കെ മേടിച്ച്. അപ്പൊ ആദ്യം അവരെങ്ങനെയാ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? നട്ടും ബോൾട്ടും ഒക്കെ മോഷ്ടിക്കുന്ന ഒരു കള്ളനായിരുന്നു. ഇപ്പം പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി ഇനി ഗോൾഡ് മെഡലൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് ആ ട്രാക്ക് മൊത്തമായിട്ട് അടിച്ചു മാറ്റി. ആദ്യം എഴുത്തും വായന അറിയാത്ത കള്ളനായത്, ഇപ്പം പഠിച്ച കള്ളനായി, അല്ലേ? ഇപ്പൊ എങ്ങനത്തെ കള്ളനായി? ഇപ്പം പഠിച്ച കള്ളനായി. അപ്പൊ ഇതാണ് ഒരു ഹ്യൂമൻ നേച്ചർ, മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ എനിക്ക് ജൂനിയർ ആയിട്ട് വന്ന, എനിക്കൊന്നുമല്ല, എന്റെ കണ്ടംപററി ആയിട്ട് BTH വന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. 12th കഴിഞ്ഞ അവൻ ഇൻവെൻഷർ ആയിരിക്കാം. ഞാൻ ഈ പറയുമ്പോഴത്തെ പേരൊന്നും പറയുന്നില്ലെങ്കിൽ തന്നെ എനിക്ക് പറയാൻ ഇച്ചിരി ഒരു മടിയുണ്ട്. എന്നാലും ആ ഒരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. ഒത്തിരി കഴിവുള്ളവനായിരുന്നു. അതായത് പ്രസംഗിക്കാൻ നല്ല കഴിവ്. മലയാളം വലിയായിട്ട് അറിയത്തില്ലേലും തകർത്ത് പ്രസംഗിക്കും. ആദ്യത്തെ വർഷം തന്നെ പ്രിൻസിപ്പളിന്റെ വീട്ടിലെ പ്രയറിന് അവന് അവസരം കിട്ടും പ്രസംഗിക്കാൻ. അപ്പൊ അതൊരു വലിയ കാര്യം, നമ്മളൊക്കെ ആരും അറിയുന്നവരും ഇല്ല. അപ്പൊ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇവന്റെ ആ ഒരു വൈഭവം. പക്ഷെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇവൻ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടു. അപ്പൊ ഇത്രയും പ്രസംഗിക്കെല്ലാം ചെയ്യുന്ന ആളാണ്. പക്ഷെ സെക്കൻഡ് ഇയർ ആയപ്പോൾ എക്സാമിൽ കോപ്പി അടിക്കുന്നു, പിടിക്കപ്പെടുന്നു, 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഓക്കെ, നമുക്കത് അവിടെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ 3rd ഇയർ 4th ഇയർ കംപ്ലീറ്റ്, ഞാൻ PD കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവൻ 2 years സസ്പെൻഷൻ കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ വന്നു. ആ വർഷം വീണ്ടും കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടു. ഒന്ന് ഓർത്ത് വയ്ക്കുക, 2 വർഷം കളഞ്ഞ ആളാണ് വീണ്ടും വന്നിട്ട് സെയിം മിസ്റ്റേക്ക് ഞാൻ ഉണ്ടാക്കി പറയുമല്ലോ. ഇല്ലേ, ഞാൻ പറയുന്നത് ഈ മനുഷ്യന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു കിടപ്പെന്ന് പറയുന്നത്. ഗുലാഗ് ആർക്കിപ്പലാഗോ എന്ന് പറയുന്ന ഒരു വലിയ നോവൽ, 3 സീരീസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ നോവലിന്റെ പകുതി പോലും ആയിട്ടില്ല. വലിയ ബുക്കാണ്. നിങ്ങൾ ഒക്കെ സമയമുള്ളവർ വായിക്കണം. ഓത്തറിന്റെ പേര് റഷ്യനാണ്, പറഞ്ഞാൽ ശരിയാവില്ല, ഞാനത് പറയുന്നില്ല. ആന്റിക്ക് അറിയാമെന്ന് അറിയത്തില്ല. എനിവേ, നിങ്ങൾക്ക് അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അമേസോണിൽ മേടിക്കാൻ സാധിക്കും. ഞാൻ മേടിക്കാനുള്ള കാരണം അതിനകത്തുള്ള ഒരു കൊട്ടേഷനാണ്. അത് റഷ്യയിലെ സ്റ്റാലിന്റെ ഭരണത്തിലുണ്ടായിരുന്ന പീഡനം, അറസ്റ്റ് ചെയ്യുന്നു, ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു, പീഡിപ്പിക്കുന്നു, അതിന്റെ കഷ്ടപ്പാടിന്റെ കഥകൾ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്തേക്കുകയാണ്. അപ്പൊ ആ എഴുത്തുകാരൻ, അദ്ദേഹം അതിനകത്തൊരു കഥാപാത്രമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ദ ലൈൻ ദാറ്റ് സെപ്പറേറ്റ്സ് ഗുഡ് ആൻഡ് ഈവിൾ റൺസ് ത്രൂ ദി ഹാർട്ട് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. ഇപ്പൊ ഒരു വര വരച്ചിട്ട് കുറെ നല്ലവരെ ഇങ്ങോട്ടും കുറെ തിന്മ ചെയ്തവരെ അങ്ങോട്ടും നമുക്ക് നിർത്താൻ ഒക്കത്തില്ല. അങ്ങനെ ഒരു വര വരച്ചാൽ ആ വര എവിടുന്നാ പോകുന്നത്? നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലൂടെ പോകുന്നു. അല്ലാതെ കുറെ പേര് നല്ലവരും കുറെ പേര് തിന്മ ചെയ്യുന്നവരും അല്ല ഈ ലോകത്തിലുള്ള. ഈ വര വരച്ചാൽ ആ വര എങ്ങനെയാ പോകുന്നത്? നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലൂടെയാണ്. ഇതെല്ലാം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്താണ് നേട്ടം, എന്താണ് പ്രയോജനം? ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ബീയിങ് ഇൻ ദ റൈറ്റ് പ്ലേസ്. ആരും പെർഫെക്റ്റ് അല്ല, ബട്ട് ചേഞ്ച് ഇസ് പോസിബിൾ. പക്ഷെ ചേഞ്ച് ആർക്കാണ് സാധ്യമാകുന്നത്? ആഗ്രഹിക്കുന്നവർക്കാണ് മാറ്റം സാധ്യം. എനിക്ക് മാറണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ആർക്കെങ്കിലും എന്നെ മാറ്റാൻ സാധിക്കും. കർത്താവിന്റെ കൂടെ നടക്കാം, ജീവിതകാലം മൊത്തം പ്രസംഗിക്കാം. പക്ഷെ എനിക്ക് മാറണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ആർക്കും എന്നെ മാറ്റാൻ നമ്മൾ വിചാരിക്കും. ഒരു മാറ്റം വരണമെന്ന് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ, നമ്മുടെ തന്നെ ദൈവത്തിലെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കും.
Change my heart, oh God. Make it ever true. Change my heart, oh God. May I be like you. ഒരുമിച്ച് പാടാം. Change my heart, oh God. Make it ever true. Change my heart, oh God. May I be like you. Thou art the potter, I am the clay. Mold me and make me. This is what I pray. Thou art the potter, I am the clay. Mold me and make me. This is what I pray. Change my heart, oh God. Make it ever true. Change my heart, oh God. May I be like you. Last time. Change my heart, oh God. Make it ever true. Change my heart, oh God. May I be like you. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ ആ യാഗപീഠത്തിലോട്ടൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരു മാറ്റത്തിന്, ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന്. നമ്മൾ വലിയ തെറ്റുകാരാണ്, പാപികളാണ്, ഒന്നുമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ആ കുറവുകളൊക്കെ ഇനി എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം, എൻ്റെ ജീവിതത്തിലെ ഇന്ന കുഴപ്പം, കുറെ നാള് ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ഇറിറ്റേറ്റഡ് ആകാറുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയും, ഇറിറ്റേറ്റഡ് ആകാറുണ്ട്. കർത്താവേ, നീ സഹായിക്കണം. എൻ്റെ ചിന്തകളിൽ എന്നെ നീ സഹായിക്കണം. എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ എന്നെ സഹായിക്കണം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധി വെച്ചിട്ട് പറയാം, കർത്താവേ, ഇത്രയും നാളാണ് മാറുന്നില്ല, ഈ സ്വഭാവത്തിലൊരു മാറ്റം വരുന്നില്ല, ഇന്ന വിഷയത്തിലൊരു മാറ്റം വരുന്നില്ല. ദൈവമേ, നീ സഹായിക്കണം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാം. ആരും കയറാത്ത, ആരും അറിയാത്ത നമ്മുടെ ഹൃദയത്തിന്റെ അറകളിലേക്ക് കർത്താവിനെ ഒന്ന് സ്വീകരിക്കാം. ആഴത്തിലേക്കൊന്ന് കർത്താവിനെ ഒന്ന് സ്വീകരിക്കാം. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. അവൻ നമ്മളെ വിധിക്കുന്നവനോ ശാസിക്കുന്നവനോ ആയിട്ടല്ല. സാരമില്ല മകളെ, സാരമില്ല മകനെ എന്ന് പറഞ്ഞു വഴിതെറ്റിയ ആടിനെ തോളിലേറ്റി നടക്കുന്ന നല്ല ഇടയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു പ്രശ്നത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിന് പറയാനുള്ളത്, സാരമില്ല. ആണിപ്പാട് വെച്ച്, ആണിപ്പാടുള്ള കരം വെച്ച് അവൻ നമ്മളെ തലോടി, അവൻ നമ്മളെ സൗഖ്യമാക്കുന്നു, അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, അവൻ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഒന്ന് ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഇന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ ദിവസവും രൂപാന്തരം പ്രാപിച്ച്, കൃപമേൽ കൃപ പ്രാപിച്ച്, അവന്റെ ആ സ്വരൂപത്തോട് നമ്മൾ സാദൃശ്യരായി ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ പൂർണ്ണമായി വെളിപ്പെടുവാൻ, വിളങ്ങുവാൻ നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ഡിന്നറിനുള്ള ടൈമാണ്. ഡിന്നർ കഴിഞ്ഞ് വേഗം വന്നാൽ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് വേഗം പോയി കിടന്നുറങ്ങാം. രാവിലെ വിശുദ്ധ കുർബാന ശുശ്രൂഷ ഉണ്ട്, 7 മണിക്കാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഉറങ്ങണം. താമസിച്ചല്ല, നേരത്തെ തന്നെ, സമയത്തിന് മുമ്പ് തന്നെ. നമുക്ക് ഇതിന് മുകളിലാണ് ചാപ്പല്, അവിടെയാണ് വരേണ്ടത്. ഇന്ന് ഇവിടെ ഞാൻ രാവിലെ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ എടുത്തു, പക്ഷേ ഇടിയപ്പമാണ് ഉണ്ടാക്കിയിരുന്നത്. ക്ഷമിക്കുക, ചില സാങ്കേതിക കാരണം കൊണ്ട് ഇടിയപ്പം കിട്ടില്ല. ഓർത്തോണം, ഞാനിത് കോമണായിട്ട് പറയുന്നത്, അവിടെ ചോദിക്കേണ്ട. അവർക്കിതില്ല സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ടായത് കാരണം ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്.
സഹകരിക്കുക. താങ്ക് യു. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. ബന്ധങ്ങളിൽ ഒരു ഇടയാകുവാൻ ആഴങ്ങളറിയുന്ന അളവാകുവാൻ. ബന്ധങ്ങളിൽ ഒരു ഇടയാകുവാൻ ആഴങ്ങളറിയുന്ന അളവാകുവാൻ. അകതാരിലുയിരേകും സ്വരമാകുവാൻ. സൗഹൃദമേകുന്ന ഹൃദയമാകാൻ. അകതാരിലുയിരേകും സ്വരമാകുവാൻ. സൗഹൃദമേകുന്ന ഹൃദയമാകാൻ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാവാൻ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. കർമ്മങ്ങളിൽ ഒരു കരമാകുവാൻ. ജീവിതയാത്രയിൽ സഖിയാകുവാൻ. കർമ്മങ്ങളിൽ ഒരു കരമാകുവാൻ. ജീവിതയാത്രയിൽ സഖിയാകുവാൻ. ഭാരം ചുമക്കുന്ന ചുമലാകുവാൻ. സ്വർഗം മെനയുന്ന സ്നേഹമാകാൻ. ഭാരം ചുമക്കുന്ന ചുമലാകുവാൻ. സ്വർഗം മെനയുന്ന സ്നേഹമാവാൻ. ഉന്നതനെന്നെ ഉരുവാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാവാൻ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. ഓടുവാനായി ദൂരങ്ങളില്ലേ ഉടയവനതിനായി ബലം തരില്ലേ. Something with a difference. I always like some change, some difference. നമ്മുടെ ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്നത് സമാധാനമാണ്. ലോകം മുഴുവനും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചേഞ്ച് വേണം. അങ്ങനെയല്ലേ? ഇന്നിപ്പം കേട്ടതെല്ലാം അങ്ങനെയാണ്, ചേഞ്ച്.
ജീസസ് ക്രൈസ്റ്റാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ആഗ്രഹിച്ചതും ചെയ്തതും. റെവല്യൂഷണറിയായിരുന്നു. റെവല്യൂഷനൊന്നും ഇവിടെ ഇല്ല. അതിന് നമുക്ക് വേണ്ടിയത് ടോളറൻസ് ആണ്. അക്സെപ്റ്റ് എവരി വൺ, അക്സെപ്റ്റ് എവരി റിലിജിയൻ, അക്സെപ്റ്റ് ദ ഇൻഡിവിജ്വാലിറ്റി. ആ അക്സെപ്റ്റൻസ് വേണം. വേറൊന്ന് ടോളറൻസ് ടു ഡിഫറൻസസ്. എവറി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ്. അതിനുള്ള ടോളറൻസ് ആണ്. ഞങ്ങൾ ഒരു ചെറിയ സാൻസ്ക്രിറ്റ് ശ്ലോകം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ ശരിയായിട്ട് അനുകരിച്ച ഗാന്ധിജിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണിത്. നമ്മളൊക്കെ ആരാധനയിൽ ലിമിറ്റ് ചെയ്തിട്ട് ഈ അനുകരണം എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും, അനുഗമിക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബട്ട് ഗാന്ധിജി, ഹി വാസ് എ ഗുഡ് ഫോളോവർ ആൻഡ് എ ട്രൂ ക്രിസ്ത്യൻ, ബട്ട് ഹി വാസ് എ ഹിന്ദു. ഈ സാൻസ്ക്രിറ്റ് ഒന്ന്, അതായത് ഫോർ എ ചേഞ്ച് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അസത്വമ സത്യമയ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള ചേഞ്ച്. വേരിയടി തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിൽക്കുന്ന നമ്മൾ പ്രകാശത്തിലേക്ക് നമ്മളെ നയിച്ചാലും. മൃത്യോത്മ അമൃതം ഗമയ, അതായത് മരണത്തിൽ നിന്ന്, ആ മരണം ഏതെങ്കിലും ആകട്ടെ, ഒരുപക്ഷെ നമ്മളൊക്കെ ആത്മീയമായിട്ട് മരിച്ചിട്ടുള്ളതായിരിക്കും, എങ്കിലും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഒരു ചേഞ്ച്. അതായത് മൃത്യോത്മ അമൃതം ഗമയ. കൂടെ പാടാവുന്നവർക്കൊക്കെ പറയാവുന്നവർക്കൊക്കെ പറയാം. അതായത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അസത്തോമ സദ്ഗമയ, അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോത്മ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോത്മ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോത്മ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോത്മ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. കാലം ചെയ്ത അലക്സാണ്ടർ തിരുവേനി ഒരു ആർട്ടിക്കിള് എഴുതിയിട്ട് ഏറ്റവും അവസാനം ഓം ശാന്തി 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 എന്ന് എഴുതി. അതിന് വലിയ ക്രിറ്റിസിസം ഉണ്ടായി. നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടമായതുകൊണ്ട് പറയുക.
ഇനിയുള്ളത് ഒരു ആക്ഷൻ സോങ് ആണ്. ഓൾറെഡി ചേഞ്ച്. Twinkle, twinkle, little starry, how I wonder what you are. Up above the birds so high, like a diamond in the sky. Twinkle, twinkle, little starry, how I wonder what you are. Up above the birds so high, like a diamond in the sky. Twinkle, twinkle, little star, how I wonder what you are.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക.